ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണീറ്റ് വന്നപ്പോൾ തന്നെ ആൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. കാരണം വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. നേരത്തെ എണീക്കും, 4 മണിക്ക് വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് വീണ്ടും കിടക്കുക. അപ്പോൾ ഞാൻ എല്ലാവരുടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറങ്ങിയൊക്കെ നടന്നു. പല്ലേച്ച് കഴിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഫ്രണ്ടിലൊക്കെ ഒന്ന് നോക്കി നമുക്ക് ഒരു നടത്തൊക്കെ അനിവാര്യമാണ്. രാവിലെ എണീറ്റിട്ട് ഒരു നടത്തം അനിവാര്യമാണ്. അപ്പോഴാണ് മനസ്സൊക്കെ ഒന്ന് കുളിർമ കൊള്ളും. അല്ല, മനസ്സൊക്കെ ഒരു ലെവലിൽ ഒരു ബെൽറ്റിലിടാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സ്. കാരണം ആ മനസ്സാണല്ലോ നമുക്ക് എല്ലാത്തിനും ആധാരമായിട്ടിരിക്കുന്നത്. ആ മനസ്സിനെ കുറിച്ച് ഒന്ന് ലെവൽ ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് വെറുതെ ഒന്ന് അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ പിന്നെ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര സുന്ദരമായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നടക്കുന്നത്. നല്ല സുഖമാണ്. പിന്നെ നല്ല കാറ്റുണ്ട്. ശിവരാത്രിയൊക്കെ വരാൻ പോവല്ലേ, അതിൻ്റേതായ കാറ്റാണോ എന്താണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും നല്ല കാറ്റും പ്രകൃതിക്കൊരു പ്രത്യേക കുളിർമയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ നടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത അത്രയേ ഉള്ളൂ. കിച്ചണിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു 7:30 ആകുമ്പോഴേക്ക് എത്തിയ പോരെ. അപ്പം ഇങ്ങനെ ഇല്ലാത്തി നടക്കുക. ഏട്ടൻ അവിടെ കിടക്കട്ടെ വിചാരിച്ചു. വിഷ്ണു സഹസ്രനാമം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ആളിങ്ങനെ TV വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ശബ്ദം ഉണ്ടാക്കി ഒന്നും പ്രശ്നം, ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഉറക്കത്തിരി കൂടുതലാണ്, ഇപ്പോൾ ക്ഷീണമൊക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി. അപ്പോൾ ആളെക്കൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ കിച്ചണിൽ വലിയ കാര്യങ്ങളൊന്നും വല്ല നാളികേരം ചെരുകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കുറേ കാക്കകളുടെ ശബ്ദം കേൾക്കും, കിളികളുടെ ശബ്ദം കേൾക്കും. പിന്നെ നമ്മൾ നടക്കുമ്പോൾ മുറ്റത്തൊരു ശബ്ദം ഉണ്ടാകും. ഈ ശബ്ദത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള സമയമാണല്ലോ രാവിലെ എന്ന് പറയുന്നത്. നല്ല ശബ്ദം പിന്നെ ഉണ്ടാകുന്ന പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അരോചകമായി തുടങ്ങും. ശബ്ദ മലിനീകരണം എന്നൊക്കെ പറയും. രാവിലത്തെ ശബ്ദങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മിക്ക വീട്ടിൽ നിന്നും വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ എന്തെങ്കിലും നാമജപങ്ങൾ ഒക്കെ കൊളുത്തി വെച്ചിട്ടൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം അന്തരീക്ഷമൊക്കെയാണല്ലോ. പിന്നെ ചന്ദനം തിരിയുടെ മണം, പ്രത്യേക സ്മെല്ലുകൾ, കൂട്ടാൻ കാച്ചണ മണം, എല്ലാ വീട്ടിലും ചിലപ്പോൾ കൂട്ടാനൊക്കെ കാച്ചുന്ന മണം, അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുണ്ടോ അന്ന് പണ്ടത്തെ കാലങ്ങളിൽ ഒരു പറയാം ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു 5 യുഗത്തിലേക്ക് ചിന്തകൾക്ക് പോകുന്ന അവസ്ഥയിലുള്ള നല്ല നല്ല മെമ്മറീസ്. ഇനി അതൊക്കെ നമുക്ക് ഈ ഒരു നടത്തത്തിലൂടെ നമുക്ക് പറ്റൂട്ടോ. ഇതൊരു നല്ലൊരു നടത്തമാണ്. നടത്തം ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലും ഇങ്ങനെയാണ്. രാവിലെ വേറെ പണി തൊഴിലില്ലാണ്ടിരിക്കുന്ന കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ നടക്കും. എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എവിടെ പോയാലും എനിക്ക് നടക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഈ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യൂല. അപ്പം എനിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നാലോ വീട്ടിലേക്ക് എന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഇഷ്ടമുള്ള എന്താണ് നമുക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വെറുതെ ഇങ്ങനെ ഉല്ലാത്തി നടക്കുക എന്നുള്ളത് മാത്രമാണ് ഇഷ്ടം. പിന്നെ വർത്തമാനം പറയാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ നമ്മൾ അല്ലാതെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കും. എനിക്ക് പെട്ടെന്ന് എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഒരു പ്രത്യേകതരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കും എനിക്ക് വലിയ താല്പര്യം. രാവിലെ നമ്മൾ എപ്പോഴും ജപിക്കുക എന്നുള്ളത് പെട്ടെന്നാണ് എന്നിങ്ങനെ കൂക്കി അങ്ങ് വിളിച്ചു. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പരിപ്പും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് വേവിക്കാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂകി വിളിച്ചപ്പോൾ ഞാൻ പരിപ്പ് അങ്ങോട്ട് ഇറക്കി വെച്ചു. ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് നമ്മളുടെ അത് മാന്തൾ കൊണ്ടുള്ളൊരു ചമ്മന്തി. അടിപൊളി ചമ്മന്തിയാണ്. ഉള്ളി വേണം, വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് കേട്ടോ ചേർത്തത്. പച്ചമുളക് ചേർത്താലും ടേസ്റ്റാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഉള്ളി ഇങ്ങനെ നല്ല പോലെ വഴറ്റിയെടുക്കണം. അതായത് ഒരു വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒഴിക്കാം. എണ്ണ അധികം ഉപയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. നല്ല പോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പം നല്ല ചൂട് വരും. ചീനച്ചട്ടിക്ക് നല്ല ചൂടാകുമ്പോഴാണ് ഒരു ചെറിയ, അല്ലാണ്ട് വെന്തിങ്ങനെ ഉടയൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു വേവ്, അതായത് ഒരു ആവി ഉള്ളിലോട്. അതായത് നമ്മൾ ഉള്ളി പിടിക്കുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ചൂടായിട്ടുണ്ടായ, എനിക്ക് അങ്ങനെ പറയാനറിയുള്ളൂ. അങ്ങനെയാണ്. ചെത്തിയിട്ടാൽ അതിൻ്റെ മണം ടേസ്റ്റൊക്കെ വ്യത്യാസമായി പോവും. ചെത്തണ്ട, ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. എനിക്കിതിങ്ങനെ
അങ്ങനെ ഇടുന്ന ഒരു അവസ്ഥയാണ്, ഒരു ഞെങ്ങുന്ന അവസ്ഥയാണ് എനിക്ക് താല്പര്യം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. എന്നിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കും. വളരെ തുള്ളി വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഇത്രയ്ക്കൊക്കെ മതി കേട്ടോ. നമുക്ക് കുറച്ച് നാളികേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം. അപ്പോൾ ആ നാളികേരത്തിന് കുറച്ച് ഒരു സ്പൂൺ മാത്രം, അല്ലെങ്കിൽ നാളികേര ചമ്മന്തി ആയിപ്പോവും. നമ്മൾ ഉണ്ടാക്കുന്നത് മാന്തൾ ചമ്മന്തിയാണ്. അപ്പോൾ നാളികേരം ചമ്മന്തി ആവാൻ പാടില്ല. കുറച്ച് ഇത്തിരി നാളികേരം എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് അതങ്ങ് വഴറ്റി അങ്ങ് കൊടുക്കണം കേട്ടോ. നല്ല പരുവത്തിൽ വഴറ്റി കൊടുക്കണേ. അപ്പോഴാണ് ഞാൻ ആ നാളികേരം അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. കിച്ചണിൽ നിൽക്കുമ്പോൾ എൻ്റെ മുഖം കാണിക്കുമ്പോൾ ഞാൻ ഈ ചീനച്ചട്ടി കാണാൻ പറ്റില്ല. ചീനച്ചട്ടി കണ്ടാലോ ചീനച്ചട്ടിയിൽ എന്താണെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചീനച്ചട്ടി മാത്രം, അതായത് വയ്ക്കുന്ന പാത്രങ്ങൾ മാത്രമായിട്ട് കാണിക്കുന്നത്. പിന്നെ എൻ്റെ പകുതി ഭാഗങ്ങളുണ്ടല്ലോ, അപ്പം ഞാൻ തന്നെയാണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വഴറ്റി അങ്ങ് എടുത്ത് കൊടുക്കണം കേട്ടോ. നല്ല പോലെ വഴറ്റി വരണം. അതായത് ഒരു പുളിയോർമ്മ, അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ലാണ് കേട്ടോ. ഇതിങ്ങനെ വഴൻ്റങ്ങ് വരുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ആ വെളിച്ചെണ്ണ അങ്ങ് മൂത്ത വെളിച്ചെണ്ണ ഇങ്ങോട്ട് വഴഞ്ഞ് വരുമ്പോൾ ആ ഒരു പരിവാണ് കേട്ടോ. കരിയാൻ പാടില്ല, കരിയാൻ ഒട്ടും പാടില്ല. ഇനി അതങ്ങനെ ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കും. നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉള്ളിയിട്ട് മിക്സിയുടെ ജാറിൽ പിന്നെ ഇത്തിരിയും കൂടി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്തിനാണെന്നറിയാം, നമുക്ക് ഈ വെളിച്ചെണ്ണ ബാക്കി വരുമ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മാന്തൾ എടുക്കാം. നമ്മുടെ അത്യാവശ്യത്തിന് എത്രത്തോളം ഉണ്ടാക്കുന്നു അത്ര, എനിക്ക് അളവ് പറയാനായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ മാന്തൾ എടുക്കാം. എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരണം കേട്ടോ. എന്നിട്ട് മതി മാന്തൾ ഇട്ട് കൊടുക്കൽ, അല്ലെങ്കിൽ പണി പാളി. തിരക്ക് പിടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ വെളിച്ചെണ്ണ അങ്ങ് ചൂടാവില്ല. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഭും എന്ന് പറഞ്ഞിട്ട് ആവിയും പുകയൊക്കെ അതൊക്കെ വരും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ മാന്തളങ്ങ് ഇട്ട് കൊടുക്കട്ടാം. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. മറിച്ച് ഇങ്ങനെ വെറുതെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഇതിരി പൊടിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇത് കഷ്ണങ്ങളായതുകൊണ്ടോ ഒന്നും നമുക്ക് പ്രശ്നമില്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. എന്നിട്ട് നല്ല പോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് ഈ പരുവത്തിൽ അങ്ങ് ഇരിക്കുക. അടിപൊളി ടേസ്റ്റ്. ഇതിൽ ഉള്ളി, പച്ചമുളക്, മാന്തൾ, നാളികേരം, ആ ബാക്കി വന്ന വെളിച്ചെണ്ണ ഇതെല്ലാം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ. അപ്പോഴാണ് ഞാൻ പുറത്ത് ഏട്ടൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നിട്ടാണ് നോക്കുമ്പോഴേക്ക് ഏട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, അപ്പോഴാണ് നീ വരണേന്നാണ് ആൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ മണ്ണൊക്കെ എന്തൊക്കെയോ കൃത്രിമങ്ങൾ ചെയ്തു വെക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഏട്ടനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കാക്കകൾ വേസ്റ്റ് കഴിക്കുന്നതൊക്കെ നോക്കി അങ്ങനെ നിന്നിടും. ഇന്നത്തെ വീഡിയോ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അജിന്തി പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.